ഇന്ത്യൻ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥയുടെ കാലത്ത് 42ാം ഭരണഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിച്ചേർത്ത മതേതരത്വമല്ല ഇന്ത്യയുടെ യഥാർത്ഥ മതേതരത്വം. അത് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഭാവാത്മക മതേതരത്വമാണെന്ന് BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും വോട്ട് ചോരി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധി മാത്രമാണെന്നും അത് സുപ്രീം കോടതി പോലും അംഗീകരിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ വാർഷികത്തിന്റെ ഭാഗമായുള്ള അടിയന്തരാവസ്ഥ വിരുദ്ധദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരെയും ജയിലിൽ കിടന്നവരെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ B രതീഷ്, K രാമചന്ദ്രൻ, PP ഗണേശൻ, മേഖലാ സെക്രട്ടറി വില്ലോടി സുന്ദരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K വേലായുധൻ, ചെമ്പ്രത്ത് കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രത്തിലേക്കുമൊക്കെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ അവരുടെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിലടക്കം തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ചരിത്രത്തിൽ നിഷ്പ്രഭമാക്കി കളഞ്ഞു. സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. പക്ഷെ അന്ന് കേരളത്തിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള CPI-യുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന ആ കൂറുമുന്നണിയെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളത്തിന്റെ മലയാളികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ ചാനൽ ന്യൂസ് പാലക്കാട്. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.